സിന്ധുമോൾ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീമതി TP സിന്ധുമോൾ, ഇതിൽ നിങ്ങളും ഒരു വശത്ത് ആരോപണത്തിന്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം തൃശ്ശൂർ പൂരം കലക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അൻവറിന്റെ ആക്ഷേപം. ആ വിഷയമാണ് ADGP അട്ടിമറിച്ചു കൊടുത്തത്. 2024 ഏപ്രിൽ 21 ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ് ഈ 5 മാസമായിട്ട് അന്വേഷിക്കാത്തത്. അതിനുശേഷം ADGP RSS നേതാക്കളെ പോയി കാണുന്നു. കണ്ടതിൽ തെറ്റുണ്ട് എന്ന് തറപ്പിച്ച് പറയാൻ പോലും മുഖ്യമന്ത്രിക്കാകുന്നില്ല. CPIയും മറ്റ് ഘടകകക്ഷികളുമൊക്കെ ഇതിൽ അതൃപ്തി RJD ഒക്കെ രേഖപ്പെടുത്തുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി അത് അങ്ങനെ കേൾക്കുന്നില്ല. എന്ത് മനസ്സിലാക്കണം ഈ നാട്ടിലെ സാധാരണക്കാർ? മനു, ഇവിടെ ഇന്ന് PV അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് സമാധാനമായി കിടന്നുറങ്ങണം, അതിനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. ഇന്ന് അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, എടുത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ. അപ്പോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചില പ്രശ്നങ്ങളുടെ പുറത്ത് വന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോ മനു പറഞ്ഞ പോലെ ഇവിടുത്തെ സാധാരണക്കാര് അത്തരത്തിൽ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ അൻവർ ഗോൾ അടിക്കുമ്പം ഒരു ഗോൾ പോസ്റ്റിലേക്ക് നോക്കി ഗോൾ അടിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് മറന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഗോൾ അടിക്കാൻ ശ്രമിച്ചു. RSSനും BJPക്കും നേരെ. അത്രയേ ഉള്ളൂ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, തൃശ്ശൂർ പൂരം കലക്കിയതാണോ കലങ്ങിയതാണോ എന്നൊക്കെ അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല അതിൽ. കാരണം അവിടെ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, ഞങ്ങൾക്ക് അവിടുന്ന് ഒരു MPയെ കിട്ടി. അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ നിരന്തരം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു പ്രസക്തി, അത് ഞങ്ങൾക്ക് ഈ കേരളം മുഴുവൻ ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അൻവർ ആ പറയുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അൻവർ പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയും പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു, അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്യുകയല്ലേ ഇവിടെ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, ഹവാല പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇനി അൻവറാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വക്കാലത്തെടുത്തതെങ്കിൽ എന്തുകൊണ്ടാണ് അൻവറെ പുറത്താക്കാത്തത്? അല്ല, അങ്ങനെയല്ലല്ലോ. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് പിടിക്കുന്നതല്ലേ, പിടിക്കുമ്പോഴാണല്ലോ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, പക്ഷെ അത് പിടിക്കുന്നു, പോലീസ് പിടിക്കുന്നു. നടക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ. അല്ല, നടക്കുന്നുള്ളത് കൊണ്ടാണല്ലോ പിടിക്കുന്നത്. അല്ല, ഭാവന സുന്ദരമായ കേരളത്തിൽ ഇതൊന്നുമില്ല. അല്ല, ഭാവന സുന്ദരമായ കേരളത്തിൽ ഇതൊന്നുമില്ല എന്ന് കുറെ കാലം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, അത് പിടിക്കും. ഇതിന്റെ 60% പോകുന്നത് ADGP ഉൾപ്പെടെ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ സനോജ്, ADGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ 60% കൊണ്ടുപോകുന്നു എന്ന് ഇതിനു മുമ്പ് ആരോപണം വന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഇതിന് ചുക്കാൻ പിടിക്കുന്നുവെന്ന് എവിടെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്? CPMന്റെ ഉള്ളിലാണ്. CPMന്റെ MLA പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയും നടക്കുന്നു. ഇതിന്റെ 60% ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായ സനോജ, ഞാൻ പറഞ്ഞോട്ടെ, ADGPയും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയും ഉൾപ്പെടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളെക്കാൾ വലുതായിട്ടുള്ള കൊട്ടേഷൻ സംഘം ഇവിടുത്തെ ഭരണപക്ഷത്തുണ്ട് എന്നല്ലേ അൻവർ പറഞ്ഞു വെച്ചത്? അൻവർ BJPയുടെ MLA അല്ല, അൻവർ CPMന്റെ MLA. CPMന്റെ MLA CPMന്റെ പാർട്ടിക്കെതിരെയും അതിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതിൽ നടക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ADGPക്കെതിരെയും DGPക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു തട്ടുകട പ്രസംഗം നടത്തി മുഖ്യമന്ത്രി പോവുകയാണോ ചെയ്യേണ്ടത്? അദ്ദേഹം കൃത്യമായി അന്വേഷിക്കട്ടെ. ഇനി PV അൻവർ പറഞ്ഞത് ശരിയല്ല, അയാൾക്ക് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ CPMനെ അട്ടിമറിക്കാനാണ് അൻവർ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവുമായി വന്ന മുഖ്യമന്ത്രി അൻവറോട് പുറത്തു നിൽക്കാൻ പറയട്ടെ. ഏതായാലും ADGPക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 18 ദിവസം പിന്നിട്ടു. ഇനി 13 ദിവസം കൂടി സമയമുണ്ട് നമുക്ക് കാര്യങ്ങളിലൊക്കെ തിരിച്ചു വരുന്നത് എന്ന്. ഏതായാലും 13 ദിവസം കൂടി കഴിയുമ്പോൾ കാര്യത്തിന്റെ ഒരു ചിത്രം വ്യക്തമാണ്. പക്ഷെ സനോജ്, ഇവിടെ